സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു നാഥ. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി സ്തോത്രം, അവിടുത്തെ ദയയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ. കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ താല്പര്യപ്പെട്ടത്, ഹല്ലേലൂയ, അങ്ങയോട് ഹല്ലേലൂയ അനുവാദം ചോദിച്ചത്, അവിടുത്തെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ തീരുമാനിച്ചതായ ഈ സുവിശേഷ ഘോഷണത്തിന്റെ ഹല്ലേലൂയ സമയത്തിൽ ഹല്ലേലൂയ ഈ നല്ല ധന്യ നിമിഷത്തിനായി സ്തോത്രം അർപ്പിക്കുന്നു. ഇതിനാരംഭം കുറിക്കുവാൻ കർത്താവ് കൃപ നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു നാഥ. കടന്നു വന്നതായ എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. ഇവിടെ സന്നിധികരായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം, സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ലീഡ് ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന ടീമിനായി ഹല്ലേലൂയ സഹോദരങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. സുരക്ഷിതമായി എല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഉപരിയായി ഹല്ലേലൂയ വചനഘോഷണത്തിനായി ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ഭൃത്യൻ ഹല്ലേലൂയ ആമേൻ കർത്താവേ സുഭാഷ് കുമരകം പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ഹല്ലേലൂയ കഴിഞ്ഞ ഒരു മാസത്തിൽ പരമായി ഈ യുകെയുടെ മണ്ണിൽ അങ്ങ് ഹല്ലേലൂയ അങ്ങോളം ഇങ്ങോളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്ദർശനത്തിന്റെ അവസാന നിമിഷ ഹല്ലേലൂയ രാത്രിയിൽ അവസാനത്തെ ദൂതമായി ഹല്ലേലൂയ ഇവിടെ നിൽക്കുമ്പോൾ ആമേൻ അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ അങ്ങയുടെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നതിനാൽ സ്തോത്രം അർപ്പിക്കുന്നു നാഥ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടുത്തെ ഹല്ലേലൂയ ഈ സന്ദർശനത്തിന്റെ ഈ പ്രാരംഭ ഹല്ലേലൂയ അവസരം മുതൽ ഇത്രത്തോളം കർത്താവ് നിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. തുടർന്നും അവസരങ്ങൾ നൽകി ഈ രാജ്യത്ത് നിന്റെ ദാസനെ അവിടുന്ന് മാനിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം അർപ്പിക്കുന്നു. അനേകർക്ക് പ്രയോജനകരമായി തീരത്തക്ക നിലയിൽ നിന്റെ വൃത്തിനെ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ എല്ലാം കർത്താവ് ആശീർവദിച്ചാട്ട് ശുശ്രൂഷകളെല്ലാം ദൈവ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തെ കൃപയും സാന്നിധ്യവും അവിടുത്തെ പരിപാലനമെല്ലാം കൂടെ ഇരിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ അധ്യക്ഷനായി ഞങ്ങളെ ഭരിച്ച് വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു നാഥ. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്നപുത്രനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു നാഥ. ദയവുണ്ടായി കെട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് ആമേൻ സ്തോത്രം ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന ലീഡ് ചെയ്യുവാനായി കർത്താവിൻ്റെ ഭൃത്യന്മാരെ ഹല്ലേലൂയ ഹാർദവമായി ആമേൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയ എല്ലാ ദൈവമക്കളും കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ വൈകവേളയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരുക്കിയ നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ അവസരത്തിനായി സ്തോത്രം. ഇങ്ങനൊരു മീറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ സന്തോഷ് പാസ്റ്ററുടെ ആയിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുവിശ്വ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ കൂടെ ആയിരിക്കുന്ന മനോഹരമായ കൊയർ എല്ലാവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള മിനിറ്റുകൾ കർത്താവിനെ നമ്മൾ പാടി ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കുന്നതിൽ? കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹല്ലേലൂയ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ കണ്ണുകളും അടച്ച് ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഇന്ന് ഈ വൈകവേളയിൽ നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി ആ ഉന്നതനാകുന്ന കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് ചേർന്ന് നോക്കാം. നമുക്ക് അവിടുന്ന് നല്ല ദൈവമാകുന്നു. ആ ദൈവത്തെ പോലെ നല്ലൊരു ദൈവമില്ല. സങ്കീർത്തനം 100-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവൻ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ.
അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. കണ്ണുകളെ അടച്ച് ബഹുമാനത്തോടെ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കണ്ണുകളെയെല്ലാം അടച്ച് അതരങ്ങളെ തുറന്ന് താങ്ക് യു ഹോളി സ്പിരിറ്റ്, വി വെൽക്കം യു. കർത്താവേ, ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയുടെ മഹത്വം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആരാധനയുടെ മനോഹരത്വം എന്ന് പറയുന്നത് ദൈവമേ അവിടുത്തെ സാന്നിധ്യമാകുന്നല്ലോ. അവിടുത്തെ ടാഞ്ചബിൾ പ്രസൻസ് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വൈകവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, പഴയ നിയമത്തിൽ യാഗമർപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊണ്ടുവന്ന പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ അവയുടെ ശബ്ദം കൊണ്ട് ആലയമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ലല്ലോ. ഒരു വ്യക്തി എന്നേക്കുമായി ഞങ്ങൾക്ക് വേണ്ടി, മുഴു ലോകത്തിനു വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ വെളിപ്പാടിനെ മനസ്സിലാക്കി അതരങ്ങളെ തുറന്ന കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അതരങ്ങളെ തുറന്ന കർത്താവിന് നാം നന്ദിയും സ്തോത്രവും പുകഴ്ചയും ഒക്കെ കൊടുക്കുമ്പോൾ, ഇന്ന് പകൽ ഈ സ്തുതി സ്തോത്രങ്ങൾ ആകാശത്തിലേക്ക്, ഈ സ്തുതി സ്തോത്രങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവസന്നിധിയിലേക്ക് ഇന്ന് പകൽ യാഗമാ, അത് സൗരഭ്യവാസനയായി ഇന്ന് പകലത് പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തപ്പെടുകയാണ്. അതരങ്ങളെ തുറന്ന് കർത്താവിനെ നന്ദി പറയാം. അതരങ്ങളെ ചലിപ്പിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹൃദയങ്ങളെ തുറന്ന് ഇന്ന് പകൽ കർത്താവിന് നമുക്ക് നന്ദി പറയാം. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ഉയർത്തുന്നു. ഇന്ന് പകൽ എല്ലാ ചിന്തകളും ഇടിഞ്ഞ് ഇന്ന് പകൽ അവന്റെ മുൻപാകെ ഇന്ന് പകൽ നമ്മളായിരിക്കുന്നത് തുറക്കപ്പെടുന്ന സ്വർഗത്തിന്റെ കീഴിലാകുന്നു. ഇന്ന് പകൽ ഒരു മനുഷ്യനെയല്ല നാം ആരാധിക്കുന്നത്, ഒരു മനുഷ്യനെയല്ല ഉയർത്തുന്നത്, ഒരു പ്രസ്ഥാനത്തെയല്ല ഉയർത്തുന്നത്. ഇന്ന് പകൽ നമ്മൾ ഉയർത്തുന്നത് സകല നാമത്തിലും മേലായ നാമമായിരിക്കുന്ന യേശുവിന്റെ നാമത്തെയാകുന്നു ഉയർത്തുന്നത്. സകല വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും എല്ലാ കർത്തൃത്വങ്ങൾക്കും മീതെ ഇരുത്തിയ യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ, യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറന്നു. ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ, യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ, യേശുവേ, രക്ഷകനേ,
ശബ്ദം കേൾക്കുന്നു. യേശു മാത്രം എൻ്റെ കണ്ണുനീർ കടന്നു പോകാത്തോ. യേശു മാത്രം, യേശു മാത്രം എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു. യേശുവേ നീ മാത്രം, യേശു മാത്രം എൻ്റെ കണ്ണുനീർ കടന്നു പോകാം, കണ്ണുനീർ കടന്നു പോകാത്തോ. യേശു യേശു മാത്രം എൻ രക്ഷകൻ, എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഈ വൈകവേളയിൽ എത്ര പേർ കർത്താവിനെ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കുന്നു? ഇന്ന് ഈ വൈകവേളയിൽ കരങ്ങളെ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ യേശുവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കി എത്ര പേർ കർത്താവിനെ നന്ദിയോടെ ഹൃദയങ്ങളെ തുറന്ന് ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ, യേശുവേ വാ. ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ വാ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം. ചേർന്ന് യേശുവേ, യേശുവേ
സ്വർഗത്തിലേക്ക് ഉയർത്തി. ശാന്തമായി ഈ വൈകവേളയിൽ എത്ര പേർ കർത്താവിനെ സ്വാഗതം ചെയ്യും? രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ജനത്തിന്റെ ശബ്ദം മാത്രം കേൾക്കട്ടെ. രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. എൻ രക്ഷകനേ, എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹൃദയത്തിൽ വിശ്വസിച്ച് എന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. ഒരേ ഒരു വ്യക്തി വിശ്വസിക്കുന്നവർ ശബ്ദങ്ങളെ തുറന്ന് ഈ ആരാധനയുടെ പ്രാരംഭ നിമിഷത്തിൽ അവനെ ആരാധിച്ചോട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു ഇന്ന് പകൽ അവന്റെ ചിലരെ ബലപ്പെടുത്തുന്ന, ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്ന, കണ്ണുനീരിനെ മാറ്റുന്ന അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള
പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ നാം വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ ആ രണ്ട് കരങ്ങളെ ഉയർത്തി ചില വിദേശങ്ങൾ ആ ദൈവത്തെ ആരാധിച്ചോട്ടെ പരിശുദ്ധനേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ നാം വീരനാം ദൈവമേ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നേ നാം വീരനാം ദൈവമേ അങ്ങേ ആരാധിക്കുന്നേ കരങ്ങളെ ഉയർത്തി കരങ്ങളെ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളെയെല്ലാം അടച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് പരിശുദ്ധനാകുന്ന ദൈവത്തെ പരിശുദ്ധിയിൽ അധിവസിക്കുന്ന കർത്താവിനെ let your holiness fill this place കർത്താവേ അവിടുത്തെ പരിശുദ്ധി അങ്ങയുടെ പരിശുദ്ധിയാ പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനാൽ ഇന്ന് പകൽ ഈ ഹോൾ നിറയട്ടെ ഇന്ന് പകൽ ഈ ജനം നിറയട്ടെ ഈ അന്തരീക്ഷം നിറയട്ടെ ഹൃദയങ്ങൾ നിറയട്ടെ ഓ അവിടുത്തെ ഹോളിനെസ് അവിടുത്തെ പരിശുദ്ധി ഇന്ന് പകൽ മറ്റൊന്നും നോക്കാതെ അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി പരിശുദ്ധിയുള്ളവനേക്ക് മാത്രം നോക്കി സറാബുകൾ ആരാധിക്കുന്ന സ്വർഗം ബഹുമാനിക്കുന്ന പാതാളം വിറയ്ക്കുന്ന സർവ മുഴങ്കാലും അടങ്ങുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കി He is the King, He is the Lord, He is everlasting, He is mighty, He is the Holy One, He is holy forever, holy forever. അവൻ മാത്രം അവിടുന്ന് മാത്രം അവിടുന്ന് മാത്രം അവിടുന്ന് മാത്രം ഉയർത്തുക 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 സഭയെ അവിടുന്ന് ആരാധിക്കുക ആ ദൈവത്തെ ആരാധിക്കുക കെട്ടുകളെ അടിക്കാൻ പറ്റുന്ന നാമം ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന നാമം മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന നാമം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന നാമം സകല അധികാരങ്ങൾക്കും മീതെ ഇരിക്കുന്ന ഓ സർവ അധികാരിയായ നാമം തീർന്നിട്ടില്ല ഇല്ല ഇല്ല അവനെല്ലാ നാമത്തിനും മേലായ നാമം സർവ മുഴക്കാലും എത്ര വലിയ അധികാരമാണെങ്കിലും അവന്റെ മുൻപാകെ മടങ്ങാം അവന്റെ മുൻപാകെ മടങ്ങാം ഇത് പകൽ ആ നാമത്തെ ചേർന്ന ചേർന്ന ചേർന്ന
അടിച്ച് ചില മിനിറ്റുകൾ അവനെ ആരാധിച്ചോട്ടെ. കരങ്ങളെ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ദൈവകൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ വണങ്ങി ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മളോട് ഹൃദയമായി ഇടപെടുവാൻ, കർത്താവിന്റെ വലിയ നാമം മഹിമപ്പെടുവാൻ, മരുഭൂമിയെ നടുക്കുന്ന ആ ശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ആ ഇമ്പമാർന്ന ശബ്ദം ഇന്ന് രാത്രി കാലം ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങൾക്കത് വിടുതലായി, ഹല്ലേലൂയ, രൂപാന്തരത്തിനായി, വലിയ വ്യതിയാനത്തിന് കാരണമായി തീരുവാനായി എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി സമർപ്പണത്തോടെ മറ്റ് യാതൊരു വിചാരങ്ങളും മറ്റ് യാതൊരു ചിന്തകളും നമ്മെ ഭരിക്കാതെ ദൈവനാമ മഹത്വത്തിനായി, ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായി അല്ലെങ്കിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ ആശീർവാദത്തിനായി കർത്താവിന്റെ ദാസൻ ബോബി മണിയാട്ട് മുന്നോട്ട് കടന്നു വന്ന് ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സായം സന്ധ്യയ്ക്കായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവേ, നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദേശത്ത് ഒരവസരം കൂടി നൽകി തന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, എൻ്റെ അഭിഷക്തനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സമൃദ്ധിയായ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി കാലവും ഘോഷിക്കുവാൻ, അത് ഞങ്ങൾക്ക് വിടുതലായി തീരുവാൻ കർത്താവേ, ദേശത്തെ അന്ധകാര ശക്തികളുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം, വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേലും ഹല്ലേലൂയ സ്തോത്രം ഒരു വിടുതലായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രികാലം ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇവിടുത്തെ വചനത്തിൽ കാണുന്നത് പോലെ ആ സ്വാതന്ത്ര്യത്തിന്റെ മതിമറന്ന് ആരാധിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. വചനഘോഷണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അനുഗ്രഹവും വിടുതലുമാക്കി അവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിനെ കരങ്ങളിൽ ഉപയോഗിക്കണം. ദൈവസഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സന്നിധി ബോധത്തോടെ ഞങ്ങളെ ഇരുത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.